പ്രണാമം പിതാമഹി. ദീർഘായുഷ്മാൻ ഭവ. പിതാവേ ഹിരണ്യാക്ഷ, അങ്ങന്റെ സ്പർശം കൊണ്ട് അതുല്യ ശക്തിവാനായി തീർന്നിരിക്കുന്നു. അങ്ങിനി അങ്ങയുടെ ജൈത്രയാത്രയും മനോകാമനയും പൂർത്തിയാക്കണം. അന്ധകാസുരന്റെ വാക്കുകൾ വിശ്വസിക്കൂ മകനെ. നീ നിന്റെ ശപഥം പൂർത്തിയാക്കിയേ തീരൂ. ഭൂമിയിൽ മുഴുവൻ അധികാരം സ്ഥാപിച്ച് ഭൂമിയെ പാതാളത്തിലേക്ക് കൊണ്ടുപോകണം. അത് ചെയ്യുന്നതിൽ നിന്നെ ആര് തന്നെ എതിർത്താലും അവരെ സമാപ്തരാക്കണം. അങ്ങ് വിഷമിക്കേണ്ട മാതാവേ, ഞാൻ ആദ്യം ആ കാര്യം തന്നെ ചെയ്തു തീർക്കും. മഹാപ്രതാപി അസുരരാജൻ ഹിരണ്യാക്ഷൻ, മഹാശക്തിമാൻ അന്ധകാസുരൻ, മഹാപ്രതാപി അസുരരാജൻ ഹിരണ്യാക്ഷൻ. ഹേ ശൂരവീര അസുരന്മാരെ, ദൈത്യമാതാവ് ദിതിയുടെ ആജ്ഞയനുസരിച്ച് നാം പൃഥ്വിലോകത്തെ ദൈത്യരുടെ സാമ്രാജ്യമായ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. ഒപ്പം സമ്പൂർണ്ണ മാനവജാതിയും നമ്മുടെ അധീനത്തിലായി തീരും. മഹാപ്രതാപി അസുരരാജൻ ഹിരണ്യാക്ഷൻ, മഹാശക്തിശാലി അന്ധകാസുരൻ. നമുക്കെല്ലാവരെയും തോൽപ്പിച്ച് ദൈത്യന്മാരുടെ യശസ് വർദ്ധിപ്പിക്കണം. നാരായണ നാരായണ നാരായണ. അവർ ദൈത്യന്മാരുടെ ദാസ്യം സ്വീകരിച്ച് പാതാള ലോകത്ത് പോയില്ലെങ്കിൽ നാം അവരെ ഇവിടെ വച്ച് സമാപ്തരാക്കും. സമാപ്തരാക്കണമെന്ന ആലോചനയോ? നിനക്കൊരിക്കലും വിശ്രമം ലഭിക്കാൻ പോകുന്നില്ല നാരദ. ദുഷ്ടത വീണ്ടും വർദ്ധിച്ചു വരും. നിർദോഷികൾ വീണ്ടും പീഡിപ്പിക്കപ്പെടും. നിന്റെ പ്രവൃത്തികളും വീണ്ടും വർദ്ധിക്കും. നാരായണ നാരായണ. നാരദ, ഈ ലോകത്ത് ദുഷ്ടരും ദുഷ്ടതയും ഉള്ളിടത്തോളം നിന്റെ ഈ കൈപ്പത്തിയിൽ വിശ്രമരേഖ തെളിയുകയില്ല. ആക്രമിക്കുക! നാരായണ നാരായണ. മംഗളം ഭവ. ഹേ നന്ദി, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് എന്താണ്? ഭഗവാൻ വിശ്വനാഥനും ദേവി പാർവതിയും എവിടെ? ദേവർഷേ, അങ്ങയുടെ ഈ ചോദ്യത്തിന് ഇപ്പോൾ പുതുമയൊന്നുമില്ല. അനേകം തവണ അങ്ങ് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലായ്പ്പോഴും അതിനുള്ള ഉത്തരവും ഒന്നു തന്നെ. ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ലെന്ന്. യാതൊന്നും അറിയില്ലെന്നോ? എങ്ങനെ അറിയും? അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞല്ലല്ലോ പോകുന്നത്. ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. അദ്ദേഹം പറയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല എത്ര കാലം അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു കഴിയണമെന്ന്. പ്രതീക്ഷയുടെ സമയം നാമസ്മരണയിൽ ചിലവഴിച്ചാൽ സമയം പോകുന്നത് അറിയില്ല നന്ദി മഹാരാജ. നിങ്ങളെല്ലാം വിശ്വനാഥന്റെ നാമം സ്മരിച്ചുകൊണ്ട് ഓം നമ ശിവായ ജപിക്കാൻ ആരംഭിക്കണം. നിങ്ങളുടെ സമയവും പോകും. ഒപ്പം ഓം നമ ശിവായുടെ ധ്വനി ഭഗവാൻ ശിവനിൽ എത്തുന്നതോടെ അദ്ദേഹം പ്രത്യക്ഷനാകും. ദേവർഷേ, അങ്ങ് വിശ്വനാഥനെ ദർശിക്കാൻ വന്നതല്ലേ? വരും വരെ ക്ഷമിക്കണം. അദ്ദേഹത്തെ ദർശിച്ചു പോയാൽ പോരെ? നന്ദി മഹാരാജ, ഞാനിവിടെ പരമേശ്വരനെ ദർശിക്കാനല്ല, ഒരു വിഷമപ്രശ്നവുമായി ഭഗവാന്റെ ശരണം തേടി വന്നതാണ്. വിഷയം ഗംഭീരമാണ്. ഇനി ബ്രഹ്മലോകത്തിൽ പോയി അതിന് സമാധാനം കാണേണ്ടി വരും. ഇത്രയും വിഷമമേറിയ പ്രശ്നം എന്താണ് ദേവർഷേ? നന്ദി, എന്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ താങ്കളോട് പറഞ്ഞ് താങ്കളെ ചിന്താഗ്രസ്തനാക്കണോ? ഭഗവാൻ വിശ്വനാഥൻ എല്ലാം പരിഹരിക്കും. നിങ്ങളെല്ലാം അദ്ദേഹം വരുന്നതുവരെ അദ്ദേഹത്തിന് നാമം സ്മരിക്കണം. നാരായണ നാരായണ. നമുക്ക് സമയം പോക്കുവാനായി ദേവർഷി ഉചിതമായ ഉപായം പറഞ്ഞു തന്നു. നാം ഉടനെ ഭഗവാൻ ശിവന്റെ നാമം ജപിക്കുവാൻ ആരംഭിക്കണം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
നിങ്ങൾ മഹാരാജൻ ഹിരണ്യാക്ഷനെ നിങ്ങളുടെ അധികാരിയായി സ്വീകരിക്കില്ലേ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ചേക്കും, പക്ഷെ ആസറിനെ അധികാരിയായി അംഗീകരിക്കില്ല. ജയ് ശിവശങ്കർ. എന്താ ഇത്ര ധൈര്യമോ? മഹാബലി ദൈത്യരാജൻ ഹിരണ്യാക്ഷൻ ജയിക്കട്ടെ. മഹാബലി ദൈത്യരാജൻ ഹിരണ്യാക്ഷൻ ജയിക്കട്ടെ. മഹാബലി ദൈത്യരാജൻ ഹിരണ്യാക്ഷൻ ജയിക്കട്ടെ. ജയ് ജയ് ശിവശങ്കര. എന്താണ് ആലോചിക്കുന്നത് പ്രഭു? ഞാൻ എവിടെയാണ്? എവിടെയാണ് ഞാൻ? അന്ധകാസുര, നീ മന്ത്രാജല ശിഖരത്തിലാണ്. നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. കൃതജ്ഞനായ ഹിരണ്യാക്ഷൻ അവന്റെ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതുവരെ. പാപം? പാപം എന്താണ്? അതോ നീയും ഹിരണ്യാക്ഷനും പ്രവർത്തിക്കുന്നത് തന്നെ. എന്റെ സ്വേദത്തിൽ നിന്ന് ഉത്ഭവിച്ച നീ ദൈത്യൻ ഹിരണ്യാക്ഷന്റെ കൂടെ ചേർന്ന് ആസുരകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നിർദോഷി പ്രാണികൾക്കും ധർമാത്മാക്കൾക്കും നേരെ അത്യാചാരം ചെയ്യുന്നു. അത് നമുക്ക് സ്വീകാര്യമല്ല, നാം സഹിക്കില്ല. ശിവനാണോ ഈ പറയുന്നത്? കേൾക്കണം ശിവ, താങ്കൾ എന്റെ ജന്മദാതാവല്ല. എന്റെ പിതാവ് ദൈത്യൻ ഹിരണ്യാക്ഷനാണ്. ഞാനും ദൈത്യനാണ്, കേവലം ദൈത്യൻ. ശിവനുമായി എനിക്കൊരു ബന്ധവുമില്ല. പ്രഭു, ഇവൻ എന്ത് സംഭവിക്കും? അവൻ അചേതനായി കിടക്കും. ഹിരണ്യാക്ഷന്റെ പാപകർമ്മങ്ങൾ അവയുടെ അന്ത്യസീമയിൽ എത്തുന്നതുവരേക്കും. ഹേ പരംപിതാവേ, നാരദന്റെ പ്രണാമം സ്വീകരിച്ചാലും. ഹേ പരംപിതാവേ, അങ്ങ് നിശ്ചിന്തനായി ഇവിടെ ബ്രഹ്മലോകത്തിലിരിക്കുന്നു. എന്താ താങ്കൾ എന്നെ ചിന്താഗ്രസ്തനായി ബ്രഹ്മലോകത്തിന് പുറത്തു കാണാൻ ആഗ്രഹിക്കുന്നു? ഇല്ല ഇല്ല, എന്റെ ആശയം അതായിരുന്നില്ല. എങ്കിൽ നിന്റെ ആശയം സ്പഷ്ടമാക്കൂ നാരദ. പരംപിതാവേ, ഈ കടുത്ത സത്യം അങ്ങയ്ക്ക് അറിയാത്തതല്ല. ദിതിയുടെ പുത്രൻ ഹിരണ്യാക്ഷൻ വരദാനമായി ഭഗവാൻ ശിവനിൽ നിന്ന് പുത്രരൂപത്തിൽ ഭയങ്കരനായ ദൈത്യൻ അന്ധകാസുരനെ നേടിയിരിക്കുന്നു. ബാക്കി പറയൂ നാരദ. അങ്ങയ്ക്കിതും അറിയാമായിരിക്കും പരംപിതാവേ. അവൻ പൃഥ്വിവാസികൾക്ക് നേരെ ഘോര അത്യാചാരം ചെയ്ത് അവരെ അത്യന്തം പീഡിപ്പിക്കുന്നു. പിന്നെ പൃഥ്വിനെ കൈയടക്കി പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അവനെ തടയാനുള്ള ഉപായം ചെയ്യാത്തതെന്തേ പരംപിതാവേ? നാരദ, നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ വീണ്ടും വീണ്ടും ഒരേ ഉത്തരം നൽകിയിട്ടുണ്ട്. പൂർവ്വനിശ്ചിതമായ നിയോഗത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്യാനാകില്ല. ഒന്നുമില്ല. ഹാ നാരദ, ഭഗവാൻ ശിവൻ ഒരു സത്യം സ്പഷ്ടമാക്കിയിട്ടുള്ളതാണ്. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും അതിക്രമങ്ങൾ അവയുടെ അന്ത്യസീമയിൽ എത്തുന്നതുവരെ അവരെ ശിക്ഷിക്കുവാനാവുകയില്ലെന്ന്. അപ്പോൾ അതുവരെ അവതാരവും അസാധ്യം തന്നെ. നിനക്കറിയാമല്ലോ നാരദ, ഈ രണ്ടസുരന്മാരും അവതാരങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. അധർമ്മത്തിന്റെ അന്ത്യസീമയിൽ എത്തുന്നതോടെ ധർമ്മത്തിന്റെ സ്ഥാനവും ആരംഭിക്കുന്നു. അതിനാൽ നാരദ, നീ വ്യഗ്രചിത്തത ത്യജിച്ച് ഉചിത സമയം പ്രതീക്ഷിച്ചിരിക്കുക. രക്ഷിക്കണേ പരംപിതാവേ, രക്ഷിക്കണേ, രക്ഷിക്കണേ പരംപിതാവേ, രക്ഷിക്കണേ പരംപിതാവേ. ഹിരണ്യാക്ഷൻ സ്വർഗലോകത്തിൽ അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ അവിടെ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി. ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു ബ്രഹ്മദേവ, ഞങ്ങളെ രക്ഷിക്കണേ. ദേവരാജ, സങ്കടത്തിന്റെ സമയത്താണ് ധർമ്മവും ധൈര്യവും പരീക്ഷിക്കപ്പെടുന്നത്. താങ്കൾക്ക് സങ്കടം ഭവിച്ചിരിക്കുന്നു, അതിനെ ധൈര്യപൂർവ്വം നേരിടണം. എങ്ങനെ പരംപിതാവേ, എങ്ങനെ നേരിടും? ഞങ്ങൾ ഇതുവരെ സഹിച്ച ദുഃഖവും അക്രമവും എന്താ കുറവാണോ? ഇനിയും എത്ര സഹിക്കണം? ഈ ചോദ്യങ്ങൾക്കുത്തരമായി ഞാൻ പറയുന്നതെന്തും ചോദ്യരൂപത്തിൽ തന്നെയാകും.
ആ ചോദ്യങ്ങൾക്കുത്തരം താങ്കൾക്ക് നൽകാനാകില്ല ദേവരാജ. അതിനാൽ ഉചിതം ഇതായിരിക്കും: താങ്കൾ എല്ലാ തീർത്ഥസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് ധർമാത്മാക്കളുമായി സത്സംഗം ചെയ്യണം. ദേവേശ്വരൻ ശിവന്റെയും ശ്രീഹരിവിഷ്ണുവിന്റെയും കൃപയിൽ എല്ലാ വിശ്വാസവും അർപ്പിക്കണം. എല്ലാം മംഗളമാകും. ഭഗവാൻ ശിവന്റെ നാമം സ്മരിക്കണം. നിങ്ങൾക്ക് അതുല്യ ശക്തി ലഭിക്കും. അവിടുത്തെ ആജ്ഞ പോലെ പരംപിതാവേ. Namah Shivaya. Om 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 Namah Shivaya.